മൊത്തത്തിൽ പറഞ്ഞാൽ ഏതാണ്ട് 4 സ്വഭാവ സവിശേഷതകളുടെ 4 ഗുണങ്ങളുടെ കാരണത്താലാണ് ഒരിക്കൽ ഒരാൾക്ക് മറ്റൊരാളോട് സ്നേഹം തോന്നുക. ഒന്നുകിൽ സൗന്ദര്യം, അല്ലെങ്കിൽ അവന്റെ വ്യക്തിത്വം, ധീരത, തിരിച്ച് അവർക്ക് നമ്മളോടുള്ള സ്നേഹം. ഇങ്ങനെയുള്ള 4 ഗുണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഒരാൾക്ക് മറ്റൊരാളോട് സാധാരണയായി സ്നേഹമുണ്ടാവുക. നമ്മുടെയൊക്കെ ഇടയിലുള്ള സർവ്വസാധാരണമായ സ്നേഹമാണ് സൗന്ദര്യത്തിന്റെ പേരിലുള്ള സ്നേഹം. നല്ല സൗന്ദര്യമുള്ള, യശസ്സുള്ള മുഖമുള്ള, സൗന്ദര്യ പ്രതീകമായി നാം സ്നേഹത്തെ തന്നെ കൊണ്ടുപോകാറുണ്ട് എന്നത് മനുഷ്യന്റെ പ്രത്യേകതയാണ്. നല്ല സൗന്ദര്യമുള്ള, നല്ല യശസ്സുള്ള, മുഖശ്രീയുള്ള ആളുകളെ നാം ആരാധിക്കുന്നതും അവരെ സ്നേഹിക്കുന്നതും. ഉദാഹരണത്തിന് സിനിമാ താരങ്ങളെയും എന്ന് വേണ്ട ബോളിവുഡിന്റെയും ഹോളിവുഡിന്റെയും സിനിമാ താരങ്ങളെയൊക്കെ അതിന്റെ ഫാൻസ് അസോസിയേഷനുകളൊക്കെ ആളുകൾ രൂപീകരിക്കുക അവരുടെ സ്വഭാവത്തിന്റെ എന്നതിനേക്കാളേറെ സൗന്ദര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് താരങ്ങളോട് നമുക്ക് ആരാധന തോന്നുന്നതെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ മലയാളക്കരയുടെ മെഗാസ്റ്റാറുകൾ അടക്കമുള്ള സൂപ്പർ താരങ്ങളോടുള്ള നമ്മുടെ അഭിനിവേശവും ആരാധനയും ഏതെങ്കിലും ഒരു സിനിമാ താരം ഏതെങ്കിലും ഒരു ഷോപ്പ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നമ്മുടെ നഗരത്തിലെത്തുന്നു എന്ന് കാണുമ്പോ മണിക്കൂറുകൾക്ക് മുമ്പേ അവരെ ഒരു നോക്ക് കാണുവാനുള്ള ആഗ്രഹത്തോടെ നാം എല്ലാവരും തടിച്ചുകൂടുക അവരുടെ സൗന്ദര്യത്തിനോടുള്ള ആരാധന കാരണത്താലാണെങ്കിൽ, ലോകത്തൊരു മനുഷ്യന് മറ്റൊരാളോട് സ്നേഹം കൂടുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സൗന്ദര്യമാണ് എങ്കിൽ, സൗന്ദര്യത്തിന്റെ പേരിലാണ് മനസ്സിൽ രൂഢമൂലമാകുന്ന സ്നേഹം നമ്മുടെയൊക്കെ ഇടയിൽ സ്വാഭാവികമായി ഉണ്ടാകുന്നതെങ്കിൽ, സൗന്ദര്യമാണ് ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനോട് തോന്നുന്ന സ്നേഹത്തിന്റെ ഏറ്റവും വലിയ മാനദണ്ഡമെങ്കിൽ, മെഗാസ്റ്റാർ മമ്മൂട്ടിയോടുള്ള നമ്മുടെയൊക്കെ സ്നേഹം 60ാമത്തെ വയസ്സിലും ഒളിമങ്ങാടെ നിൽക്കുന്ന അദ്ദേഹത്തിന്റെ യൗവനത്തെ വെല്ലുന്ന സൗന്ദര്യം കണ്ടിട്ടാണെങ്കിൽ, ഞാനൊന്ന് ചോദിക്കട്ടെ, സൗന്ദര്യമാണ് സ്നേഹത്തിന്റെ ഏറ്റവും വലിയ മാനദണ്ഡമെങ്കിൽ നമുക്ക് സൗന്ദര്യത്തിന്റെ പേരിൽ നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ആരെയാ? ലോകത്ത് ഏറ്റവും കൂടുതൽ സൗന്ദര്യമുണ്ടായിരുന്ന, ലോകത്ത് ഏറ്റവും കൂടുതൽ സൗന്ദര്യത്തിന്റെ പ്രതീകമായി വാഴ്ത്തപ്പെടുന്ന ഒരാളെ സ്നേഹിക്കാനുള്ള നമ്മുടെ ഏറ്റവും വലിയ മാനദണ്ഡം സൗന്ദര്യമാണെങ്കിൽ, നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ആരെയാ? ലോകത്തിലെ ഏറ്റവും വലിയ അഭൗമികമായ സൗന്ദര്യത്തിന്റെ ഉടമയായി വാഴ്ത്തപ്പെടുന്ന, ഇസ്ലാമിക ചരിത്രത്തിൽ സൗന്ദര്യം കൊണ്ട് ഏറ്റവും കൂടുതൽ പൂരിപ്പിക്കപ്പെട്ട ഒരു മഹാപ്രവാചകനാണ് ബഹുമാനപ്പെട്ട സിദ്ദീഖുല്ലാഹി യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സൗന്ദര്യത്തെ വെല്ലാൻ പറ്റുന്ന ഒരു സൗന്ദര്യം ലോക ചരിത്രത്തിൽ ഇല്ലായിരുന്നു എന്ന് ചരിത്രത്തിന്റെ ഇന്നലകളിലൂടെ നാം കണ്ണോടിക്കുമ്പോൾ മനസ്സിലാകുമ്പോ, എന്ന് പറഞ്ഞാൽ യൂസുഫ് നബിയുടെ സൗന്ദര്യത്തെ കുറിച്ച് വർണ്ണിക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ സംഭവം യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അഭൗമികമായ സൗന്ദര്യത്തിൽ അനുരക്തയായി പോയ സുലൈഖ ബീവി. ആ സുലൈഖയോക്ക് യൂസുഫിനോടുള്ള സൗന്ദര്യത്തെയോടുള്ള ആരാധനയെ തെറ്റിദ്ധരിക്കപ്പെട്ടപ്പോഴും അത് നാട്ടിൽ പാട്ടായപ്പോൾ യൂസുഫിന്റെ സൗന്ദര്യത്തെ മറ്റുള്ളവരുടെ മുന്നിൽ വെളിവാക്കി കൊടുക്കുവാൻ വേണ്ടി ഈജിപ്തിലെ പ്രഭുക്കന്മാരുടെ തമ്പുരാട്ടിമാരെ മുഴുവൻ വിളിച്ചൊരു വിരുന്ന് നടത്തുകയും ആ വിരുന്നിൽ അവർക്ക് കഴിക്കാൻ വേണ്ടി ഒരു ആപ്പിളും അത് മുറിക്കാൻ ഒരു കത്തിയും കയ്യിൽ കൊടുത്തിട്ട് അവരുടെ നടുവിലൂടെ കയ്യിൽ ആപ്പിളും അത് മുറിക്കാനുള്ള മൂർച്ചയേറിയ കത്തിയും പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈജിപ്തിലെ പ്രഭുക്കന്മാരുടെ ഭാര്യമാരുടെ മുന്നിലൂടെ സൗന്ദര്യത്തിന്റെ അഭൗമിക പ്രതീകമായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കടത്തിവിട്ടപ്പോ, യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സൗന്ദര്യം കണ്ടപ്പോ ഈജിപ്തിലെ പ്രഭുക്കന്മാരായ തമ്പുരാട്ടിമാർ, പ്രഭുക്കന്മാരുടെ ഭാര്യമാരായ തമ്പുരാട്ടിമാർ മുഴുവനും അവരുടെ കൈവിരലുകൾ മുറിക്കപ്പെട്ടിട്ട് പോലും ആ വേദന പോലും അവരറിഞ്ഞില്ല എന്ന് പറയുമ്പോ, പരിശുദ്ധമായ ഖുർആൻ സൂചിപ്പിക്കുന്നത് പോലെ വഖാലത്ത് ഖുർജു അലൈഹിന്ന ഫലമ്മാ റഅയ്നഹു വകബർനഹു വകത്തഅന ഐദിയഹുന്ന മാ ഹാദാ ബശറാ ഇൻ ഹാദാ ഇല്ലാ മലക്കുൻ കരീം. ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ സ്ത്രീകളുടെ മുന്നിലൂടെ നടന്നിറങ്ങി വന്നപ്പോ യൂസുഫ് നബിയുടെ സൗന്ദര്യം കണ്ടിട്ട് കയ്യിലിരുന്ന ആപ്പിളുകൾ മുറിക്കപ്പെട്ട അവസാനം അവരുടെ കൈവിരലുകൾ പോലും ഛേദിക്കപ്പെട്ടിട്ട് ആ സ്ത്രീകൾ പോലും അത് അറിഞ്ഞു പോയില്ല എന്ന് ചരിത്രം രേഖപ്പെടുത്തുമ്പോ, ലോകത്തിലെ ഏറ്റവും വലിയ സൗന്ദര്യത്തിന്റെ പ്രതീകമായി ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ചരിത്രം പരിചയപ്പെടുത്തുമ്പോ, ആ യൂസുഫ് നബിയുടെ സൗന്ദര്യത്തെക്കാൾ വെല്ലുന്നൊരു സൗന്ദര്യത്തിന്റെ പ്രതീകമായി ചരിത്രത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയാരാ? അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ.
ആ പ്രവാചകന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാര്യമാരിൽ ഒരുവളായ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ശരീരത്തോട് പരിരംഭണം ചെയ്ത് കിടന്നുറങ്ങാൻ ഭാഗ്യം ലഭിച്ച അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പത്നി ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, അള്ളാഹുവിന്റെ പ്രവാചകന്റെ സൗന്ദര്യത്തെ കുറിച്ച് ആയിഷ ബീബി പറയുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ സൗന്ദര്യത്തെ കുറിച്ച് ആയിഷ ബീവിയുടെ ഒറ്റ വാക്ക് മതി പ്രവാചക സൗന്ദര്യം അറിയാൻ. ബഹുമാനപ്പെട്ട ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാ, ഈജിപ്തിലെ റാണിയായ സുലൈഖ ബീവി വിളിച്ചുകൂട്ടിയ പ്രഭുക്കന്മാരുടെ തമ്പുരാട്ടിമാര് മുഴുവൻ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സൗന്ദര്യം കണ്ടപ്പോ അവരവരുടെ കൈവിരലുകൾ ഛേദിച്ചിട്ട് പോലും മറിഞ്ഞു പോയില്ല എങ്കിൽ ലൗ റഅത്നി സുവാനുനാദിൽ ലിസലീഖ വജ്ഹഹാദി ലം യുക്തൈനൽ ലയാദി ബൽ ബിറൂഹിൻ യഫ്തദീനാ. ബഹുമാനപ്പെട്ട ആയിഷ ബീബി പറയുകയാ, ഈജിപ്തിലെ സുലൈഖ വിളിച്ചുകൂട്ടിയ തമ്പുരാട്ടിമാര് മുഴുവനും യൂസുഫ് നബിയുടെ സൗന്ദര്യം കണ്ടപ്പോ അവരുടെ വിരലുകൾ ഛേദിക്കപ്പെട്ടു പോയിട്ടും അവരറിഞ്ഞില്ല എങ്കിൽ ആയിഷ ബീബി പറയുകയാ, എന്റെ പ്രവാചകന്റെ സൗന്ദര്യം എങ്ങാനും അവര് കണ്ടിരുന്നെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ശരീരം പൂർണ്ണമായിട്ട് അവര് കാണണ്ട, പ്രവാചകന്റെ ശരീരത്തിന്റെ മധ്യഭാഗവും അവര് കാണണ്ട, അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുഖത്തിന്റെ സൗന്ദര്യവും പൂർണ്ണമായിട്ട് അവര് കാണണ്ട. ആയിഷ ബീവി തുടരുകയാണ്, അള്ളാന്റെ പ്രവാചകന്റെ നെറ്റിത്തടത്തിന്റെ മാത്രം സൗന്ദര്യം എങ്ങാനും ആ പെണ്ണുങ്ങൾ കണ്ടിരുന്നെങ്കിൽ, അള്ളാന്റെ ഹബീബിന്റെ നെറ്റിത്തടം എങ്ങാനും ആ പെണ്ണുങ്ങളെങ്ങാനും കണ്ടുപോയിരുന്നെങ്കിൽ ലം യുക്തൈനൽ ലയാദി അവരവരുടെ കൈവിരലുകളെല്ലാം മുറിക്കുക, പിന്നെയോ ബൽ ബിറൂഹിൻ യഫ്തദീനാ അവരവരുടെ ആ കൈവിരലുകൾ മുറിക്കുന്നതിന് പകരം അള്ളാഹുവിന്റെ പ്രവാചകന്റെ നെറ്റിത്തടത്തിന്റെ സൗന്ദര്യം എങ്ങാനും ആ പെണ്ണുങ്ങളൊന്ന് കണ്ടിരുന്നെങ്കിൽ അവർ ഹൃദയസ്തംഭനം വന്ന് മരിച്ചു പോകുമായിരുന്നുണ്ട്. ബഹുമാനപ്പെട്ട ബീബി ആയിഷ ലോകത്തിലെ ഏറ്റവും പരിശുദ്ധമായ ശരീരത്തോട് ഒട്ടിച്ചേർന്ന് കിടന്നുറങ്ങാൻ ഭാഗ്യം ലഭിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവതിയായ പെണ്ണേ ബീവി ആയിഷ. ആയിഷ ബീവി പറയുകയാ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ ശരീരത്തിന്റെ സൗന്ദര്യം പൂർണ്ണമായിട്ട് കാണണ്ട, ഓ പ്രവാചകന്റെ നെറ്റിത്തടമെങ്ങാനും ഒന്ന് കണ്ടിരുന്നെങ്കിൽ അവര് ഹാർട്ട് അറ്റാക്ക് വന്ന പെണ്ണുങ്ങൾ മരിച്ചു പോകുമായിരുന്നു. അത്രത്തോളം ഒരു മനുഷ്യന് താങ്ങാൻ പോലും കഴിയാത്ത സൗന്ദര്യത്തിന്റെ ഉടമയാണ് അള്ളാന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചത്, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ നബിയേ എനിക്ക് അങ്ങേയൊന്ന് കാണണം നബിയേ. അള്ളാന്റെ പ്രവാചകൻ ചോദിച്ചു, എന്താ അബൂബക്കറെ പറയുന്നത്, നീ എന്നെ കണ്ടുകൊണ്ട് നിൽക്കുകയല്ലേ അബൂബക്കറെ? അതല്ല യാ റസൂലല്ലാഹ്, എനിക്ക് അങ്ങേയൊന്ന് കണ്ടേ മതിയാകു നബിയേ. സഹാബാക്കൾ അന്തം വിട്ടന്താളിച്ചു നിൽക്കുകയാ. എന്താ അബൂബക്കർ പറയുന്നത്? അള്ളാന്റെ പ്രവാചകൻ തങ്ങളുടെ മുന്നിൽ നിൽക്കുകയല്ലേ, പ്രവാചകനെ നാം 24 മണിക്കൂറും കണ്ടുകൊണ്ട് നിൽക്കുകയല്ലേ, ഇപ്പോഴും പ്രവാചകൻ ഇതാ പൂർണ്ണമായി തങ്ങളുടെ കൺമുമ്പിൽ നിൽക്കുകയല്ലേ, പിന്നെയും കാണണമെന്ന് കൊച്ചുകുട്ടികളെ പോലെ അബൂബക്കർ ക്ഷണിക്കുന്നത് എന്തിനാ? അള്ളാന്റെ റസൂലിനോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഇല്ല യാ റസൂലല്ലാഹ്, എനിക്കങ്ങേയൊന്ന് കണ്ടേ മതിയാകു നബിയേ. അള്ളാഹുവിന്റെ പ്രവാചകന് മനസ്സിലായി അബൂബക്കർ എന്താ ഉദ്ദേശിക്കുന്നതെന്ന്. കാരണം അബൂബക്കർ സിദ്ദീഖിന്റെ ഒരു മൗനം പോലും വാചാലമായിട്ട് പ്രവാചകന് മനസ്സിലാക്കാൻ കഴിയും. നിഴല് പോലെ കൂടെ നടന്ന സന്തത സഹചാരിയല്ലേ. അള്ളാന്റെ റസൂലിന് മനസ്സിലായി അബൂബക്കർ സിദ്ദീഖ് എന്താ ആഗ്രഹിക്കുന്നതെന്ന്. അത് പൂർണ്ണമായി ഉൾക്കൊണ്ട പ്രവാചകൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ നിരുത്സാഹപ്പെടുത്തുകയാ. വേണ്ട അബൂബക്കറെ, വേണ്ട, നിനക്കത് കാണാൻ സാധ്യമല്ല അബൂബക്കറെ. ഇല്ല യാ റസൂലല്ലാഹ്, എനിക്കങ്ങേയൊന്ന് കണ്ടേ മതിയാകു നബിയേ. നിർബന്ധമാണോ അബൂബക്കറെ? അതെ യാ റസൂലല്ലാഹ്, എനിക്ക് കണ്ടേ മതിയാകു നബിയേ. അല്ലാഹു റസൂൽ പറഞ്ഞു, വേണ്ട അബൂബക്കറെ, സാഹസമാ, നിനക്കത് കണ്ടു നിൽക്കാനുള്ള പ്രാപ്തിയില്ല. ഇല്ല നബിയെ, എനിക്ക് കണ്ടേ മതിയാകു നബിയേ എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വാശി പിടിക്കുമ്പോ അബൂബക്കർ പറഞ്ഞാൽ പ്രവാചകനെ നിരാകരിക്കാൻ കഴിയുമോ? പ്രവാചകൻ എത്രത്തോളം ആത്മീയമായ സ്നേഹമുണ്ട് അബൂബക്കറിനോട്. പ്രവാചകൻ തന്നെ പലപ്പോഴും പറയാറുണ്ട്, റഹിമല്ലാഹു അബൂബക്കർ, അല്ലാഹു അബൂബക്കറിന് റഹ്മത്ത് ചെയ്യട്ടെ, കാരുണ്യം ചൊരിയട്ടെ. സൗവജതനി ഇബ്നതഹു
സൗവദനി ബിനതഹു, അദ്ദേഹത്തിന്റെ പൊന്നുമകളെ അദ്ദേഹം എനിക്ക് വിവാഹം ചെയ്തു തന്നതാ. മാത്രമോ വസഹിബനി ഫിൽ ഗാർ, ഗുഹയുടെ ഏകാന്തതയിൽ എനിക്ക് കാവലിരുന്ന അബൂബക്കറാണ്. അബൂബക്കർ പറഞ്ഞാൽ പ്രവാചകനെ നിരാകരിക്കാൻ കഴിയുമോ? അല്ലാഹു റസൂൽ അവസാനവട്ടമെന്ന വണ്ണം ചോദിച്ചു, അബൂബക്കറെ നിർബന്ധമാണോ? കണ്ടേ മതിയാകൂ അബൂബക്കറെ? അതേ നബിയെ, കണ്ടേ മതിയാകൂ നബിയെ, എനിക്ക് കണ്ടേ മതിയാകൂ നബിയെ. അല്ലാഹു റസൂൽ പറഞ്ഞു, അബൂബക്കറെ നിർബന്ധമാണെങ്കിൽ. സഹാബാക്കളെല്ലാം അത്ഭുത സ്തബ്ധരായി നിൽക്കുമ്പോ അള്ളാന്റെ റസൂൽ പറയുന്നു, അബൂബക്കറെ നിനക്ക് കണ്ടേ മതിയാകൂ എന്നുണ്ടെങ്കിൽ ഇതാ കണ്ടേ അബൂബക്കറെ എന്ന് പറഞ്ഞ് അള്ളാന്റെ റസൂൽ തന്റെ നിസാലത്തിന്റെ നെഞ്ചകത്തിന്റെ ഭാഗത്ത് നിന്ന് പ്രവാചകന്റെ കമീസങ്ങ് മാറ്റിക്കടിയുമ്പോ, മൂടപ്പെട്ട പ്രവാചകന്റെ നെഞ്ചിന്റെ ഭാഗത്ത് നിന്ന് പ്രവാചകന്റെ കമീസങ്ങ് മാറ്റിക്കടിയുമ്പോ, സൂര്യനെ പോലെ പ്രോജ്വലമായി പ്രശോഭിക്കുന്ന പ്രവാചകന്റെ തിരുനെഞ്ചിന്റെ ഭാഗത്ത് നിന്ന് സൂര്യനേക്കാൾ വെല്ലുന്ന പ്രവാചകന്റെ നിസാലത്തിന്റെ നെഞ്ചിന്റെ പ്രകാശമുണ്ടല്ലോ. കശംസി തൽഹറൂൽ ഐനൈനി മിൻ ബോദി സഗീറതൻ വതുകിൽ ലുതർഫ മിൻ നമീമി. കശംസി തൽഹറൂൽ ഐനൈനി മിൻ ബോദി, സൂര്യനേക്കാൾ പ്രശോഭിതമായി സ്വർജ്ജലമായി പ്രശോഭിക്കുന്ന ആ പ്രവാചകന്റെ നെഞ്ചകമങ്ങ് കണ്ടുകഴിയുമ്പോ, ആ നെഞ്ചകത്തിന്റെ സൗന്ദര്യമങ്ങ് വല്ലാതെ പ്രസരിക്കുമ്പോ അത് കണ്ടു നിൽക്കാൻ കഴിയാതെ ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ബോധരഹിതനായി താഴെ വീണുപോയെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സൗന്ദര്യം കാണാൻ ഒരു മനുഷ്യന് പോലും താങ്ങാൻ കഴിയാത്ത രീതിയിൽ പ്രോജ്വലമായി പ്രശോഭിക്കുന്ന സൗന്ദര്യത്തിന്റെ ഉടമയാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടല്ലേ സഹാബാക്കൾ പറഞ്ഞത്, ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് എന്താ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ സൗന്ദര്യം എന്തെന്നറിയുമോ? പ്രവാചകന്റെ തിരുസദസ്സിലെ തിരുകവിയായ ഹസ്സാൻ ബിൻ സാബിത്ത് പറയുകയാ, ഒരിക്കൽ ഞാനും പ്രവാചകനും പാതിരാത്രിയിൽ പള്ളിയിൽ നിന്ന് മടങ്ങുമ്പോ ഒരു 14-ാം രാവാണ്. പൗർണമി ചന്ദ്രൻ പുഞ്ചിരി പൊടിച്ചുകൊണ്ട് മാനലോകത്ത് പെട്ടിത്തിളങ്ങി നിൽക്കുന്ന ഒരു 14-ാം രാവില് പൗർണമി ചന്ദ്രനിതാ ആകാശ നീലിമയിൽ ിന്റെ മധ്യഭാഗത്ത് ആ പൊന്നമ്പടി ചന്ദ്രക്കല ഒരു വല്ലാത്ത പുഞ്ചിരി പൊടിച്ചു നിൽക്കുന്നത് കാണുമ്പോ എനിക്ക് തോന്നിപ്പോയി, ലോകത്തിൽ ഏറ്റവും കൂടുതൽ സൗന്ദര്യം ഈ പൊന്നമ്പളി ചന്ദ്രക്കല കാണുന്ന. ആ ചന്ദ്രന്റെ സൗന്ദര്യം കണ്ടിട്ട് ഞാൻ എന്റെ കൂടെ നടക്കുന്ന എന്റെ ഹബീബിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുഖത്തേക്ക് നോക്കിയപ്പോ 1000 ചന്ദ്രക്കലകൾ ഈ ഭൂമി ലോകത്തേക്ക് ഒന്നിച്ചു പൊട്ടിവിടരുന്നത് പോലെ എനിക്ക് തോന്നി എന്ന് ബഹുമാനപ്പെട്ട ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ, റഅയ്നാ സഫഹതൈ ഖമരി യഫൂഹു സിനാഹുമൽ ഖമറാ. ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു തആല അൻഹു 14-ാം രാവിലെ പൗർണമി ചന്ദ്രനേക്കാൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ നെറ്റിത്തടത്തിന്റെ സൗന്ദര്യം ഞാൻ കണ്ടു എന്ന് പ്രവാചകന്റെ അനുയായികൾ പോലും സാക്ഷ്യപ്പെടുത്തിയ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ആയിഷ ബീവിയുടെ വാക്കുകൾ കടമെടുത്തു പറഞ്ഞാൽ, പാതിരാത്രിയിൽ കൂരാക്കൂരിരുട്ടിൽ ഞങ്ങളുടെ കയ്യിലെങ്ങാനും വസ്ത്രം തയ്ക്കുന്ന സൂചി എങ്ങാനും താഴെ വീണു പോകുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ ചൂണ്ടുവിരലിന്റെ പ്രകാശത്തിലൂടെ ആ താഴെ കിടക്കുന്ന ഇരുട്ടിൽ കിടക്കുന്ന സൂചി ഞങ്ങൾ എടുക്കുമായിരുന്നെന്ന് കൈവിരലുകൾ പോലും പ്രകാശം കണ്ടു പ്രശോഭിതനായ ലോകത്തിന്റെ സൗന്ദര്യധാമമേ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി പറയേ, ലോകത്ത് സൗന്ദര്യം ഏറ്റവും കൂടുതൽ ആർക്കാ? ലോകത്തിലെ സ്നേഹിക്കുന്നതെങ്കിൽ സൗന്ദര്യമാണ് സ്നേഹത്തിന്റെ. മമ്മൂട്ടിയോ? അതെയോ? സൽമാൻ ഖാനെയാണോ? കാണുമ്പോൾ അല്ലെങ്കിൽ ബോളിവുഡിന്റെ സൂപ്പർ താരമാകണ്ടപ്പോടാ നിങ്ങൾക്ക് ഋത്തിക് റോഷനോട് വല്ലാത്ത സൗന്ദര്യത്തിന്റെ തോന്നുകയുടെ കണ്ണാന്നറിയുമോ? മൈത്തില്ലെങ്കിൽ പോലും പോലും ഇട്ടതുപോലെ തോന്നുമെന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണുണ്ട്
കണ്ണുണ്ടല്ലോ, ആ കണ്ണിനേക്കാൾ സൗന്ദര്യത്തെ വെല്ലുന്ന ഏത് കണ്ണാ ലോകത്ത് നമുക്ക് കാണാൻ കഴിയുക? കാവ്യമാടവന്റെ കടക്കണ്ണ് കണ്ടപ്പോ ലോകത്തിലെ ഏറ്റവും സൗന്ദര്യമുള്ള കണ്ണതാണെന്ന് തെറ്റിദ്ധരിച്ചു പോയ മുസ്ലിം പെങ്ങളോട് അള്ളാന്റെ റസൂലിന്റെ കണ്ണിന്റെ മാൻപേടയുടെ കണ്ണുകളുടെ സൗന്ദര്യത്തെക്കാൾ വെല്ലുന്ന പ്രവാചകന്റെ ആ സൗന്ദര്യമുണ്ടല്ലോ. ഹദീസുകളുടെ ഗ്രന്ഥത്തിൽ കാണുന്ന ചുവപ്പ് കലർന്ന ഗോതമ്പിന്റെ വല്ലാത്ത നിറമുള്ള ചുമപ്പ് കലർന്ന വെളുപ്പ് നിറമുള്ള ലോകത്തിന്റെ പരിരംഭണമേ, ലോകത്തിന്റെ സൗന്ദര്യമേ, 1000 പൗർണമി ചന്ദ്രന്മാർ ആകാശലോകത്ത് നിന്ന് ഈ ഭൂമിയിലേക്ക് ഒന്നിച്ചു പൊട്ടിവിടർന്നതുപോലെ മക്കയിലേക്ക് ഉദിച്ച സൗന്ദര്യത്തിന്റെ പൊൻകിരണമേ, റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ, റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ പ്രവാചകനേക്കാൾ വെല്ലുന്ന സൗന്ദര്യം വേറെ ആർക്കാ ഉള്ളത്? അപ്പോൾ ഞാനൊന്ന് ചോദിക്കട്ടെ, സൗന്ദര്യത്തിന്റെ പേരിലാണ് നമ്മൾ മറ്റൊരാളെ സ്നേഹിക്കുന്നതെങ്കിൽ അള്ളാന്റെ റസൂലിനല്ലേ നമ്മൾ സ്നേഹിക്കേണ്ടത്? അല്ലേ?